ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുടെ ഓരോ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് വിഷയമാണെന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങളെ ഓർക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് നടത്തി തരട്ടെ എന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പുതിയ ദിവസം ഡിസംബർ മാസം 5-ാം തീയതി സന്തോഷത്തോടു കൂടി ആയിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വചനമായിരുന്നു നാം ഇന്നലെ പഠിച്ചത്. എന്താണ്? നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്ന വചനം റോമാലേഖനം 5-ാം അധ്യായം 8-ാം വചനമാണ്. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ ക്ഷമിക്കും. ഇന്ന് പഠിക്കുന്നത് റോമ 5:8. നാം പാപികളായിരിക്കെ, വചനം പറയുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമായിരിക്കുന്നു. നാം പാപികളായിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മരിച്ചു. നാം പാപത്തിൻ്റെ വഴികളില്ല. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ലോകം തന്നെ പാപത്തിൻ്റെ വഴികൾ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഭാരം കടബാധ്യതയല്ല, മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളല്ല. അതെല്ലാം ഒരു പരിധിവരെ മാനുഷികമായി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ പാപഭാരം നമുക്ക് നീക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് ക്രിസ്തു. നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു നമുക്ക് വേണ്ടി. അതാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. The letter of Saint Paul to the Romans chapter 5 verse 8 says, God proves his love for us in that while we still were sinners, Christ died for us. ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. അവൻ സ്വന്തം പുത്രനെ കുരിശിലേക്ക് അയച്ചിട്ടാണ്, സ്വന്തം പുത്രനെ ബലി കഴിച്ചിട്ടാണ് നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കാം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്. എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കണം, നാം ചെയ്തു പോകുന്ന പാപങ്ങൾ ബോധപൂർവം അതിൽ നിന്ന് പിന്മാറാൻ, ബോധപൂർവം ആ വഴികളിൽ നിന്ന് മാറി നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഒരു ദിവസത്തേക്ക് ഒരു തീരുമാനമെടുക്കാമോ? ഇന്ന് ഞാൻ പാപം ചെയ്യില്ല, അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്യുകയില്ല എന്നൊരു തീരുമാനം, പ്രതിജ്ഞയല്ല, തീരുമാനമെടുക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.